വെൽക്കം ടു CMR ലേൺ സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. സോ ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പഠനം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന മെത്തേഡ്സുകൾ. ഫോർ എക്സാമ്പിൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്സ്, ഡയറക്റ്റ് മെത്തേഡ്, ഓഡിയോ ലിങ്കൽ മെത്തേഡ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ പൊതുവെ പറയുന്നൊരു കാര്യം, ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം ഉപയോഗിക്കാതെ എല്ലാ മെത്തേഡ്സിൽ നിന്നും ആവശ്യമായത്, അതായത് ഇപ്പോൾ ഒരു മെത്തേഡ് മാത്രം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ മാത്രമാണ് കുട്ടിക്ക് ലഭിക്കുന്നുള്ളൂ. പക്ഷേ ഓരോ മെത്തേഡ്സിനും അതിൻ്റേതായ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡ്സും ഉണ്ടായിരിക്കും. സോ ഇതിനകത്തുള്ള ഓരോ മെത്തേഡ്സിൻ്റെയും പോസിറ്റീവ് സൈഡ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നൊരു അഭിപ്രായം എക്സ്പേർട്ടായ ആളുകൾ പറയാറുണ്ട്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ നിന്ന് നമ്മൾ ആവശ്യമായത് എടുത്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി നമ്മൾ എക്ലറ്റിക് അപ്രോച്ച് എന്നാണ് പറയുക. സോ നമ്മൾ മെത്തേഡ്സിൽ ആദ്യം എന്ന് പറയുന്നത് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിനെ കുറിച്ചാണ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു പഴയ മെത്തേഡാണ്. അപ്പോൾ ടീച്ചേഴ്സ് മദർ ടങ് യൂസ് ചെയ്തിട്ട് അവരെ ലാംഗ്വേജ് പഠിപ്പിക്കുക, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു രീതി. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ഗ്രാമർ റൂൾസിനും അതേപോലെ തന്നെ ഒരു സെൻറ്റൻസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട രീതികൾക്കും അതൊക്കെയാണ് കൂടുതലായിട്ട് പഠിപ്പിക്കുന്നത്. അതിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. സോ കുട്ടികൾ ഒരുപാട് വാക്കുകൾ ബൈ ഹാർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഗ്രാമർ പഠിക്കുന്നുണ്ട്. ഒരു ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവർ മനസ്സിലാക്കുന്നുണ്ട്. കൂടുതലായിട്ടും റീഡിങ് ആൻഡ് റൈറ്റിംഗ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനാണ്. അതല്ലാതെ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ സംസാരത്തിനോ പ്രൊനൗൺസിയേഷനോ വലിയ പ്രാധാന്യമൊന്നും ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിലില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കുട്ടിക്ക് ഒരുപാട് വാക്കുകൾ അവർ പഠിക്കുന്നു. ആ പഠിച്ച വാക്കുകൾ വെച്ചിട്ട് അവർ ഗ്രാമർ റൂൾസ് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നു. അത് വെച്ച് അവരൊരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. സോ അവിടെ കൂടുതലായിട്ടും വായനയും അതുപോലെ എഴുത്തും മാത്രമാണ് സംഭവിക്കുന്നത്. കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കിട്ടുന്നില്ല. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ ശരിയാക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വരുന്നില്ല. സോ ഇവിടെ ടീച്ചേഴ്സ് ചെയ്യുന്നത് ക്ലാസ്സിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ടീച്ചേഴ്സ് ക്ലാസ്സിൽ ചെയ്യുന്നത് ആദ്യം ഒരു ഗ്രാമർ റൂൾസ് അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ടെൻസുകളാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ അതിൻ്റെ ഫോർമുല സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്, അങ്ങനെ കുട്ടിക്ക് അത് പഠിപ്പിച്ചു കൊടുക്കും. സോ പിന്നീട് അവർ ഏത് ഭാഷയാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഷയിൽ നിന്നും, ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ആ ഭാഷയിൽ നിന്നും അവരുടെ മദർ ടങ് ഏതാണോ, ചിലപ്പോൾ ഹിന്ദി ആവാം, ചിലപ്പോൾ മലയാളം ആവാം, ഏതാണെങ്കിലും അതിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കി കൊടുക്കും. സോ ഇതേപോലെ തന്നെ തിരിച്ച് അവിടെ നിന്ന് അവരുടെ മാതൃഭാഷയിൽ നിന്നും തിരിച്ച് ടാർഗറ്റ് ലാംഗ്വേജിലേക്കും ഇംഗ്ലീഷിലേക്കും അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കും. ഇവർ ടീച്ചേഴ്സ് അവരുടെ സെൻറ്റൻസ് കറക്റ്റ് ആണെന്ന് നോക്കും, സ്ട്രക്ചർ കറക്റ്റ് ആണെന്ന് നോക്കും, എന്നിട്ട് അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കും. സോ ഈ ടെൻസുകളൊക്കെ അല്ലെങ്കിൽ ഗ്രാമർ നന്നായി മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗ്രാമർ റൂൾസുകളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു സെൻറ്റൻസ് കൊടുത്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ അത് പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പാസേജ് കൊടുത്ത് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ സിനോണിംസ് കണ്ടെത്താൻ വേണ്ടി പറയുക. അങ്ങനെ പുതിയ പുതിയ വാക്കുകൾ വെച്ചിട്ട് അടുത്തൊരു വാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ക്ലാസ്സുകളിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് പഠിപ്പിക്കുന്ന സമയത്ത് ആ ഒരു മെത്തേഡിൽ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ടീച്ചേഴ്സ് ഏതെങ്കിലും ഒരു പുതിയ ടെക്സ്റ്റ് അവർക്ക് ഗ്രാമർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ റൂൾസുകൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, കുറേ എക്സാമ്പിൾസ് കൊടുക്കും. അങ്ങനെ കുട്ടികളുടെ ട്രാൻസ്ലേഷൻ എങ്ങനെയാണ്, ഈ റൂൾസ് വെച്ച് കുട്ടികൾ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ടീച്ചറത് പിന്നീട് വാല്യൂ ചെയ്യും. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സാണ് ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ക്ലാസ്സിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ടീച്ചേഴ്സാണ്. കുട്ടികളവിടെ ടീച്ചർ എന്താണോ പറയുന്നത് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തിലായിരിക്കും. സോ സ്വാഭാവികമായിട്ടും കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഗ്രാമർ റൂൾസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് വാക്കുകൾ മനസ്സിലാക്കി പഠിക്കണം. അതുപോലെ ഈ റൂൾസ് എല്ലാം വെച്ചിട്ട് എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് എന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നടക്കുന്നത് കൂടുതലും എഴുത്തുമാനി മാത്രമാണ്. കുട്ടി സജീവമായിട്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല, ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ വരുന്നില്ല. സോ ഇപ്പോൾ ഏതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴും അതിനൊരു പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് കുട്ടികൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുത്ത ഗ്രാമർ റൂൾസ് അനുസരിച്ചിട്ട് പുതിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പഠിക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൈഡാണ്. അതേസമയം നെഗറ്റീവ് സൈഡായിട്ട് പറയുന്നത് ഇവിടെ ഈ ഒരു മെത്തേഡിലൂടെ കുട്ടികൾക്ക് എഴുതാനും അതുപോലെ തന്നെ വായിക്കാനും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഗ്രാമർ റൂൾസും പഠിക്കുന്നുണ്ട്, ട്രാൻസ്ലേഷൻ എന്താണെന്നും പഠിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഒരു ഫ്ലുവൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഒരു അവസരം കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. കൂടുതലായിട്ടും
കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും ഒക്കെയുള്ള സന്ദർഭങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ ടു മച്ച് ഫോക്കസ് ഓൺ ഗ്രാമർ റൂൾസ് ആൻഡ് ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ഈ ഒരു മെത്തേഡ് മാത്രമായിട്ട് സ്കൂളുകളിൽ ഉപയോഗിക്കാറില്ല. ദെൻ നെക്സ്റ്റ് വൺ ഡയറക്റ്റ് മെത്തേഡ്. സോ നമ്മൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് പറഞ്ഞത് ദ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഓൺലി ഫോക്കസ്ഡ് ഓൺ ഗ്രാമർ റൂൾസ് ആൻഡ് ട്രാൻസ്ലേഷൻ. സോ അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നില്ല, അവർക്ക് അത് ഫ്ലുവൻ്റ് ആവുന്നില്ല, അങ്ങനെ ഒരു പ്രോബ്ലം വരും എന്നുള്ളതാണ്. സോ നമ്മൾ എങ്ങനെയാണ് മുന്നേ നമ്മളുടെ മാതൃഭാഷ മദർ ടങ് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ കണ്ടും കേട്ടുമാണ് പഠിച്ചിട്ടുള്ളത്, അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതേപോലെ മാതൃഭാഷ കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ഭാഷയാണോ പഠിക്കാൻ പോകുന്നത് ആ ഭാഷ മാത്രം ക്ലാസ്സിൽ യൂസ് ചെയ്യുക, ആ ഒരു രീതിയാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ജർമ്മനി, ഫ്രാൻസ് ഇവിടെയൊക്കെയാണ് ആദ്യമായിട്ട് ഈ ഒരു മെത്തേഡ് കൂടുതലായിട്ടും യൂസ് ചെയ്ത് തുടങ്ങിയത്. സോ ഇവിടെ മെയിൻ റൂൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാതൃഭാഷ ഇടയിൽ സംസാരിക്കില്ല. സോ മാതൃഭാഷയിലേക്ക് നമ്മുടെ മദർ ടങ്ങിലേക്ക് അതിനെ ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്യാനും അനുവദിക്കില്ല. അപ്പോൾ ക്ലാസ്സിൽ മുഴുവനും എന്ത് ചെയ്യണം, നമ്മൾ ഏത് ഭാഷയാണോ പഠിക്കുന്നത് ആ ഭാഷ മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം, അത് മാത്രമായിരിക്കണം സംസാരിക്കുക. അപ്പോൾ ടീച്ചേഴ്സ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഒരുപാട് ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ കുറേ ടെക്സ്റ്റുകളും അതുപോലെ തന്നെ ആക്ടിവിറ്റീസിലൂടെ മാത്രം പഠിക്കുക. അപ്പോൾ എപ്പോഴും വാക്കുകളുടെ മീനിങ് കുട്ടികൾക്ക് മനസ്സിലാക്കുന്നത് കുറേയൊക്കെ അതിൻ്റെ മീനിങ് ഡയറക്റ്റ് മലയാളത്തിൽ പറഞ്ഞു കൊടുത്തിട്ടല്ല, അതിൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആക്ഷനിലൂടെയോ ഒക്കെയാണ് ടീച്ചേഴ്സ് കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഒരിക്കലും ഇത് ഇന്നതാണ് എന്ന് മാതൃഭാഷയിൽ അവർക്കിത് മനസ്സിലാക്കി കൊടുക്കില്ല, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കില്ല. കുട്ടികൾ ഡയറക്റ്റ് ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളും പ്ലസ് അതിൻ്റെ കൂടെ അവർ എന്താണോ ചെയ്യുന്നത് അത് മനസ്സിലാക്കിയിട്ട് കണക്ട് ചെയ്തിട്ടാണ് പഠിക്കുക. ഈ ഒരു മെത്തേഡിന് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ടീച്ചേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ക്ലാസ്സിൽ മുഴുവൻ ഇംഗ്ലീഷ് മാത്രമാണ് സംസാരിക്കുന്നത്. പുതിയ പുതിയ വാക്കുകൾക്ക് അവർ പിക്ചേഴ്സും അതുപോലെ തന്നെ റിയൽ ഒബ്ജക്ട്സും അങ്ങനെയുള്ള ഒരു ആക്ടിങ് ഉപയോഗിച്ചിട്ട് അവർ മീനിങ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കും. സോ അതുകൊണ്ട് തന്നെ കുട്ടികൾ ആദ്യം മുതൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, അവർ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. ഇപ്പോൾ തെറ്റുകൾ എന്തായാലും വരും, പക്ഷെ അതൊന്നും ഒരു പ്രോബ്ലം അല്ല എന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് അവിടെ എൻകറേജ് ചെയ്യണം. അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ അവർ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് സംസാരശേഷിയും അതുപോലെ കോംപ്രിഹെൻഷനും നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഒരിക്കലും മാതൃഭാഷ അവർ ഉപയോഗിക്കുന്നില്ല. ലൈറ്റ്സ് ബോർഡിൽ തന്നെ എന്തെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്ലീനിങ് ആണെങ്കിൽ ക്ലീൻ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ക്ലീനിങ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം എടുത്തുകൊണ്ട് അതിലെന്താണോ ചെയ്യുന്നത് അതേ പ്രവൃത്തി തന്നെ വീണ്ടും ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് കാര്യം മനസ്സിലാവും. എന്നാൽ മദർ ടങ്ങിൽ വിശദീകരിക്കാത്തതുകൊണ്ട് തന്നെ അവർക്ക് മാതൃഭാഷയിലേക്കുള്ളൊരു ചായ്വ് ഉണ്ടാവില്ല. കൂടുതലായിട്ടും ടാർഗറ്റ് ലാംഗ്വേജിൽ തന്നെ അവർ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. അതുപോലെ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ക്വസ്റ്റ്യൻ ആൻസർ, അതുപോലെ ഡിറ്റക്ഷൻസ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ജസ്റ്റ് കേട്ടിട്ട് അതിനനുസരിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഇങ്ങനത്തെയുള്ള ഒരുപാട് ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ആ ലാംഗ്വേജ് തരവാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഇവിടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ദേ ബിക്കം ഫോഴ്സ്ഡ് ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഏതൊരു കാര്യം അവർ ആലോചിച്ച് മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരമാവുന്ന ആ ഒരു ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്ത് കൂടുതലായിട്ടും അവർ ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കുന്നു, അതിൽ തന്നെ അവർ പറയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈ ഒരു മെത്തേഡ് കൊണ്ട് ഡെവലപ്പ് ആവുന്നുണ്ട്. പക്ഷേ ഇവിടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഒരേപോലെ തന്നെ ഇംഗ്ലീഷ് അറിയണമെന്നില്ല. ഇപ്പം മെത്തേഡ്സുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ പോലും അത് കംപ്ലീറ്റ് വേറെ നിലയ്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മാത്രമുള്ള അറിവ് ചില കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കുറേ കൂടി ആംഗ്യഭാഷയിലൂടെയും അതേപോലെ തന്നെ ആക്ടിവിറ്റീസിലൂടെയൊക്കെ കാണിച്ചു കഴിഞ്ഞ് കുട്ടികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഇപ്പോൾ ഫോർ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ചില വാക്കുകൾ, അതായത് ഹോണസ്റ്റി, ഫ്രീഡം, ഈ വാക്കുകൾക്കൊന്നും ഒരിക്കലും മീനിങ് നമ്മൾ ആക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ മാതൃഭാഷ തീരെ ഉപയോഗിക്കാതെ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൽ നമ്മൾ ഉപയോഗിച്ച പോലെ മാതൃഭാഷ ഉപയോഗിച്ചിട്ട് ഇവിടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. മാതൃഭാഷ തീരെ ഉപയോഗിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി
കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള വേർഡ്സുകൾ എങ്ങനെയാണ് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഓഡിയോ ലിങ്കൽ മെത്തേഡ്. അപ്പോൾ ഓഡിയോ ലിങ്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ ലാംഗ്വേജ് പഠിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. ഒരാൾ പറയുന്നത് കേട്ട്, പാരൻസ് പറയുന്നത് കേട്ട് നമ്മൾ മനസ്സിലാക്കി നമ്മളത് അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പറയുന്ന വാക്കുകൾ ശരിയായി കഴിഞ്ഞ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, കുട്ടികളെ പാരൻസ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ ഈ റീഇൻഫോഴ്സ്മെൻറ്റിലൂടെ കുട്ടി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെയുള്ള ഈ ഒരു മെത്തേഡ് സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളുകളിൽ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ഒരു റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ള രീതി നമ്മൾ മനസ്സിലാക്കിയത് ബിഹേവിയറിസം അതിൽ നിന്നാണ്. മുന്നേ ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഇവിടെ ബിഹേവിയറിസത്തിൻ്റെയും ലിയോണാർഡ് ബ്ലൂംഫീൽഡിൻ്റെയും ഒരു പരസ്പരം മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒരു റിപ്പീറ്റ് ചെയ്ത് ഹൃദയസ്ഥമാക്കി മനസ്സിലാക്കി പഠിക്കുന്ന ആ ഒരു രീതി, അവരുടെ ആശയമാണത്. അതിൽ നിന്നാണ് ഓഡിയോ ലിങ്കൽ മെത്തേഡ് വന്നിട്ടുള്ളത്. അപ്പോൾ പണ്ട് യൂറോപ്പിൽ സെക്കൻഡ് വേൾഡ് വാറിൻ്റെയൊക്കെ സമയത്ത് ഈ അമേരിക്കൻ പട്ടാളക്കാരെ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്തത് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭാഷ പഠിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു ഹാബിറ്റിലൂടെയാണ്. നമ്മൾ നേരത്തെ ബിഹേവിയറിസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഹാബിറ്റിലൂടെയാണ് ഇവിടെ ലാംഗ്വേജ് ലേണിംഗ് സാധ്യമാകുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുല നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റിമുലസ് റെസ്പോൺസ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അത് ശ്രദ്ധിച്ച് കേട്ട് അതേപോലെ തന്നെ അത് റിപ്പീറ്റ് ചെയ്തിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സ് അതിനെ നല്ല രീതിയിൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റായ രീതിയിലാണെങ്കിൽ അതിനെ തിരുത്തുന്നുണ്ടെങ്കിൽ, അതാണ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു കാര്യം കേൾക്കുകയും പിന്നെയാണ് സംസാരത്തിനും പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനൊക്കെ ശേഷം മാത്രമാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് എന്നതിലേക്ക് ഈ ഒരു മെത്തേഡ് പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സ് ഒരു കാര്യം പറയുന്നു, കുട്ടികൾ ആവർത്തിച്ച് പറയുന്നു. അപ്പോൾ അതേ കാര്യം തന്നെ അവർക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽസ് കൊടുക്കുന്നത്, അതായത് സെയിം സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു വേർഡ്സുകൾ മാറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ വേറെ ആക്ടിവിറ്റി മാറ്റി കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ ഒരു സെൻറ്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത് ബിക്കം ഓട്ടോമാറ്റിക്കലി അവരങ്ങോട്ട് ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. സോ ടീച്ചേഴ്സാണ് ഈ ഡ്രിൽ മാസ്റ്റർ എന്ന് പറയുന്നത്, ടീച്ചേഴ്സ് തന്നെയാണ്. സോ അവിടെ തന്നെ ഡയലോഗ്സുകൾ കറക്റ്റ് പ്രൊനൗൺസിയേഷനിലും അതുപോലെ ഇൻ്റർനാഷണലിലൊക്കെ ടീച്ചേഴ്സിനെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻറ്റൻസീവ് ഓറൽ ഡ്രില്ലിംഗ് പാറ്റേൺ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻറ്റൻസീവ് ഓറൽ ഡ്രില്ലിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ലാംഗ്വേജ് ലേണിംഗ് ഒരു ടെക്നിക്ക് തന്നെയാണത്. അതായത് റിപ്പിറ്റേഷനിലൂടെ സംസാരിക്കാനുള്ള രീതി അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണത് ഇൻറ്റൻസീവ് ഓറൽ ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വൊക്കാബുലറി എന്ന് പറയുന്നത് അവർ മനസ്സിലാക്കി പഠിക്കുന്നുണ്ട്, സന്ദർഭത്തിലൂടെയാണ് അവർ വൊക്കാബുലറി പഠിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള കോണ്ടെക്സ്റ്റിലൂടെയൊക്കെ, അല്ലാണ്ട് ഇങ്ങനെ വേർഡായിട്ട് കൊടുക്കുന്നൊന്നുമില്ല. ശരിയായ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അവർ ടീച്ചേഴ്സ് വീണ്ടും അത് മാറ്റി കൊടുക്കും. അപ്പോൾ കൂടുതലായിട്ടും ഇവിടെ സംസാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വൊക്കാബുലറി അവർ ഓട്ടോമാറ്റിക്കലി അതിന് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ കുട്ടികൾക്ക് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു ഗുണം ലഭിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ തന്നെ ആവർത്തിച്ച് ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ അത് പറയുന്ന സമയത്ത് സംസാരത്തിൻ്റെ രീതി, ശബ്ദത്തിൻ്റെ രീതി എങ്ങനെയാണെന്ന് കുട്ടികൾ മനസ്സിലാക്കണം. ഓരോ വാക്കിൻ്റെയും സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കി അവർ സംസാരശേഷി, സംസാരിക്കാനുള്ള അവരുടെ ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഇവിടെ കുട്ടികൾ കൂടുതലായിട്ടും ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ആദ്യം സ്വന്തമായിട്ട് വാക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അതുവഴി അവർക്ക് അവരുടെ ലാംഗ്വേജിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് കുട്ടികൾ അവരുടെ പ്രൊനൗൺസിയേഷനും അതുപോലെ ലിസണിങ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഓറൽ പ്രാക്ടീസിലൂടെ അവർ പലതും നേടിയെടുക്കുന്നുണ്ട്.
തുടക്കക്കാർക്ക് ഇത് വളരെയധികം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ സെൻറ്റൻസുകളൊക്കെ ഓട്ടോമാറ്റിക്കലി അത് കൺസ്ട്രക്ട് ചെയ്യാൻ അവർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ തന്നെയാണ്. അതേസമയം ലിമിറ്റേഷൻസ് ആയിട്ട് എടുത്ത് പറയുന്ന സമയത്ത് ഈ ഡ്രില്ലിംഗ് എന്ന് പറയുന്നത് കൂടുതൽ ഡ്രില്ലിംഗ് ഇത് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്കത് വളരെ ബോറായിട്ട് തോന്നും. അപ്പോൾ സ്റ്റുഡൻസ് ഡയലോഗ്സുകൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ കൂടുതലായിട്ടും ഇങ്ങനെ പിന്നെ ശ്രദ്ധ വരാതെ ആവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ക്രിയേറ്റിവിറ്റി ഇപ്പോൾ അവരവിടെ ഇല്ലാതെ ആവുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഗ്രാമർ ഇവിടെ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻസിന് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്, ഇപ്പോൾ ഒരു സെൻറ്റൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഈ ഗ്രാമർ റൂൾ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അവിടെ ഗ്രാമർ റൂൾസ് ഒന്നും പഠിപ്പിക്കുന്നില്ല. സോ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഓഡിയോ ലിങ്കൽ മെത്തേഡ് എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. പക്ഷെ നേരത്തെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡും ഡയറക്റ്റ് മെത്തേഡും ഓഡിയോ ലിങ്കൽ മെത്തേഡും ഇതിനകത്തുള്ള പോസിറ്റീവ് സൈഡുകൾ നമ്മൾ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മെത്തേഡുകളും ഒരുമിച്ച് ചേർത്ത് നേരത്തെ പറഞ്ഞ പോലെ എക്ലറ്റിക് എന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ്സുകളിലൂടെ ലാംഗ്വേജ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഈസി ആയിരിക്കും. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, ഓഡിയോ ലിങ്കൽ മെത്തേഡ് എങ്ങനെയാണ് ക്ലാസ് റൂമിൽ ഇത് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് കുട്ടികൾക്ക് അവരുടെ ലാംഗ്വേജ് ലേണിംഗ് കുറച്ചുകൂടി ഈസി ആവുന്നത്, ഇതിൻ്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സുകൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ബ്ലോക്ക് 1 ലാസ്റ്റ് യൂണിറ്റാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.